ജെൻസിനെ പണിയെടുപ്പിക്കാനായിട്ട് ഇന്ന് പറ്റിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം ഇന്ന് ജെൻസിയാണ് ഉള്ളത്. അതിന് ജെൻസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വിഷയം എന്ന് പറയുന്നത് അവരുടെ നീഡിനെ ജനറേറ്റ് ചെയ്യിക്കുന്ന ആക്ടിവിറ്റി അടക്കം സംരംഭകം ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവനെക്കൊണ്ട് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആക്കുക എന്നതിനപ്പുറത്ത് അവൻ്റെ നീഡിനെ കൂടി ട്രിഗർ ചെയ്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഇന്ന് സംരംഭകനുണ്ട്. പക്ഷെ അവൻ്റെ നീഡ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പല സംരംഭം. ഇതിനാണ് ഇപ്പോൾ ഒരു ട്രെയിൻ, അതാണ് ഇപ്പോൾ ഒരു സംരംഭകൻ പറയുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഒരു 8 hours അവരെ വിടുവാണെങ്കിൽ അവനെ ശരിക്കും അവൻ്റെ നീഡ് എവിടെയാണ് കിടക്കുന്നത്. ഇത് ഒരു ആറ്റിറ്റ്യൂഡ് എൻഹാൻസ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ എൻ്റെ ട്രെയിനിങ് സെഷനകത്ത് ഫസ്റ്റ് ഹാഫ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് എൻഹാൻസ്മെൻ്റ് ആണ്. അതായത് ഞാനൊരു സെയിൽസ് ട്രെയിനിങ് 2 ദിവസമാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഹാഫ് ചെയ്യുന്നത് ആറ്റിറ്റ്യൂഡ് എൻഹാൻസ്മെൻ്റ് ആണ്. നീ ഇവിടെ എക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ നീ കൊണ്ടുവരണം എന്നതിന് അവനിന്ന് ബോധിപ്പിക്കും, അവനിന്ന് എഡ്യൂക്കേറ്റ് ചെയ്യും. അതിനെ നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് സ്കില്ല് നോളേജ് ഉണ്ടല്ലോ, ഇതിനെ അളക്കുന്നതിനകത്ത് എത്ര മാറ്റം അവൻ്റെ ആറ്റിറ്റ്യൂഡിൽ വന്നിട്ടുണ്ട് എന്നതിനെ കെയർ KPI വെച്ച് അളക്കുന്നുണ്ട്. നാളെ നിനക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ ടാലൻറ്റ് പാർട്ട്ണർ പറയുന്ന മാർക്ക് വെച്ചിട്ട് സമൂഹം തന്നെ അളക്കുമെന്ന ഫീലിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട്.